വിജയ് സിമ്രൻ ജോഡികളായി അഭിനയിച്ച തുള്ളാതെ മനവും തുള്ളും എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു ലവ് സോങ് ആണ് നമ്മളിപ്പോ കണ്ടത്. നിങ്ങൾക്കറിയാം, ഈ വിജയ് സിമ്രൻ ജോഡികൾ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലെ പ്രണയിച്ച എല്ലാവർക്കും തന്നെ പ്രണയിക്കാനുള്ള ഇൻസ്പിറേഷനും ഒരു എനർജിയൊക്കെ ആയിരുന്നു. കാരണം അവരുടെ ജോഡിയാണ് ശരിക്കും തമിഴിൽ ഏറ്റവും ഹിറ്റായിട്ട് പോയിട്ടുള്ള പ്രണയ ജോഡികൾ എന്ന് പറഞ്ഞാൽ പ്രഭു, ഖുഷ്ബു, അതേപോലെ തന്നെ വിജയ് സിമ്രൻ, അങ്ങനെ ഒത്തിരി ജോഡികളുണ്ട്. അതേപോലെ നമ്മുടെ MGR, ജയലളിത, അങ്ങനെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് ജോഡിയായിരുന്നു നമ്മുടെ സിമ്രൻ ആൻഡ് വിജയ്. അപ്പൊ അത് തന്നെ നമ്മൾ ഡെഡിക്കേഷൻ കൊടുത്തത് രണ്ട് ലവേഴ്സിനാണ്. ഒന്ന് അശ്വതി ചേച്ചിയുടെ കുഞ്ഞുചേട്ടനും അതേപോലെ തന്നെ ജോമോന്റെ ജസ്നയ്ക്കാണ്. അപ്പൊ ജസ്നയ്ക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ജസ്നയ്ക്ക് വേണ്ടിയിട്ട് ജോമൻ അവിടെ നിന്ന് 100 കോടി പെൺകളുണ്ട് ഉൻപോൽ യാരുമില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ ഫ്ലോറിൽ പ്രണയം ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മളോട് ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഹലോ, എന്ത് പറ്റിയെന്നറിയില്ല, നമ്മുടെ കോളറിന് റേഞ്ച് കിട്ടിയില്ലെന്ന് തോന്നുന്നു. സാരമില്ല. ഏതായാലും നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പലരും എന്താ പറയാ, സദ്യ ഒരുക്കാനും പൂക്കളിടാനും ഒക്കെ ഉള്ള തിരക്കിലായിരിക്കും. അടുത്ത ദിവസത്തേക്കുള്ള പൂക്കളൊക്കെ കളക്ട് ചെയ്യാൻ. ഏതായാലും നിങ്ങൾ തിരക്കിന്റെ ഇടയ്ക്ക് നല്ലൊരു സോങ് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ട്. സോങ് കാലാപാനി എന്ന ചിത്രം നമുക്കറിയാം, നമ്മുടെ പ്രിയദർശൻ. കാലാപാനി കാണാത്ത മലയാളികളോ അല്ലെങ്കിൽ മലയാളികൾ നല്ലൊരു ഇന്ത്യക്കാരനുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം സിറൈ സാലെ എന്ന പേരിൽ ഇത് തമിഴിലേക്കും കാലാപാനി എന്നുള്ള പേര് തന്നെ ഹിന്ദിയിലേക്കും മറ്റു പല ഭാഷകളിലേക്കും മൊഴിമാറ്റം ചെയ്യപ്പെട്ട, വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ഡ പ്രീ ഇൻഡിപെൻഡൻസ് ചിത്രം എന്ന് തന്നെ പറയാം. ഈ ചിത്രത്തിൽ നമ്മുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു. അമരീഷ് പുരി, മോഹൻലാൽ, തബു, അതേപോലെ തന്നെ നമ്മുടെ പ്രഭു സാർ, പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു ഈ മൂവിയിൽ. അത് മാത്രമല്ല, പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ആ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളും അവരുടെ ത്യാഗോജ്വലമായ ജീവിതം മാത്രം കാണിക്കാതെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ മനോഹരമായ ഒരു ലവ് സ്റ്റോറി കൂടി കാണിക്കാൻ സാധിച്ചു പ്രിയദർശൻ സാറിന്. മാത്രമല്ല, ലാസ്റ്റിൽ നമ്മുടെ തബു ഒരിക്കലും തിരിച്ചു വരാത്ത ലാലേട്ടനെ പറ്റി ഒരിക്കലും വിനീത് പറയാതിരുന്നിട്ട് പോലും അവസാനം വരെ ആ റെയിൽവേ സ്റ്റേഷനിൽ സ്വന്തം കാമുകന് വേണ്ടി വിരഹാർദിയായി തന്റെ ജീവിതത്തിന്റെ അന്ത്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വാർദ്ധക്യ കാലഘട്ടത്തിലും കാത്തിരിക്കുന്ന ആ തബുവിന്റെ ചിത്രം ശരിക്കും കാണുന്ന ആരുടെയും മനസ്സിൽ ഒരു ചെറിയ വേദനയോടുകൂടി മാത്രമേ ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഞാൻ ഒരിക്കലും പ്രീ ഇൻഡിപെൻഡൻസ് മൂവി എന്ന് പറയില്ല, ലവ് സ്റ്റോറി ആയിരുന്നു കാലാപാനി അല്ലെങ്കിൽ സിറൈ സാലെ. അപ്പൊ അതിലെ മനോഹരമായ ഒരു വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് മെയിൽ വന്നിട്ടുണ്ട്. ഹായ് ശ്രീലൗഡ്, ഐ എം പാർവതി, ഐ എം ഫ്രം അജ്മൻ. അജ്മൻ എവിടെയാണ് എനിക്കറിയത്തില്ല, ഗൾഫിൽ ഏതെങ്കിലും ഉള്ള സ്ഥലമായിരിക്കും. ഐ ഹാവ് മെയിൽഡ് എ ലോങ് ബാക്ക്. ഓക്കെ, അതാണ് എനിക്ക് പാർവതിയെ പരിചയമില്ലാത്തത് കേട്ടോ. ആൻഡ് നൗ ആഫ്റ്റർ ദാറ്റ് ഐ എം മെയിലിംഗ് നൗ. I love this program എന്ന് പറഞ്ഞിട്ടുണ്ട്. Thank you so much Parvati. And most of my friends who studied with me in +2 are back in India. അജ്മാൻ അപ്പം ഗൾഫിലെ കണ്ടത് തന്നെ ഞാൻ വിചാരിച്ചത് കറക്റ്റ് ആണ്. And I miss them a lot and want to dedicate to all of them a good song. And to my friends Karishma and Adila who are continuing here itself. So please do dedicate the song എന്ന് പറഞ്ഞിട്ട് സോങ് കാണുന്നില്ല കേട്ടോ. ടു ദം ഓൾ ആൻഡ് ഓൾസോ മൈ പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പാർവതിക്കുട്ടി നല്ലൊരു സോങ് തന്നെ പാർവതിക്കുട്ടിക്കും ആ മിസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓണക്കാലമായിട്ടൊന്ന് നാട്ടിൽ വന്ന ഫ്രണ്ട്സിനെയൊക്കെ കാണാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും പാർവതിക്കുട്ടിക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും, അത്രയും ദൂരത്തു നിന്നൊക്കെയല്ലേ പാർവതി മെയിൽ അയച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇന്ന് തന്നെ പാർവതിയെ വിളിക്കണം. ബിക്കോസ് ഷീ മിസ്സസ് യു പീപ്പിൾ എ ലോട്ട്. അതുകൊണ്ട് തന്നെ പാർവതിക്ക് ആരും വിളിക്കാനും മെയിൽ അയക്കാനും ഒന്നും മറക്കണ്ട. അപ്പൊ നിങ്ങളുടെ ബന്ധം ഒന്നുകൂടെ ഊഷ്മളമാകട്ടെ ഈ ഓണക്കാലത്ത്. അപ്പൊ നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ അറിയിക്കാൻ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, ആരാണ്? അഖിൽ. അഖിൽ നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോ? ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഇതെന്നെ പറ്റിക്കാട്ടോ, ഇതിനു മുമ്പ് ഒരു അഖിൽ വിളിച്ചിട്ടുണ്ട് എന്നെ. ഇതേ ഒച്ചയുള്ള അഖിലായിരുന്നു, ഞാൻ സമ്മതിക്കില്ല. അഖിൽ എന്ത് ചെയ്യുന്നു? ഞാൻ ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ദൈവമേ, ഭയങ്കര ബുദ്ധിജീവിയാണോ? അതെ, അത്യാവശ്യം സപ്ലൈ ഒക്കെ കിട്ടുന്ന നമ്മളെ പോലുള്ള ഒരു സാധാരണ സ്റ്റുഡന്റ് ആണോ? അറിയില്ല, സെക്കൻഡ് ഇയർ ആയുള്ളൂ, റിസൾട്ട് വന്നിട്ടില്ല ഫസ്റ്റ് ഇയറിലെ. എന്നാലും തോന്നുന്നത് എങ്ങനെയാ? ഒരു സപ്ലൈ എങ്കിലും അടിക്കോ? ഉണ്ടാവും. അയ്യോ, സാരമില്ല കേട്ടോ, നമ്മളൊക്കെ ഈ സപ്ലൈ ഒരു വീഴ്ചയിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുക. ഇനി തൊട്ട് ഉറപ്പായിട്ട് പഠിച്ചാ മതി. അപ്പൊ അഖിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഓണാഘോഷം തകൃതിയായിട്ട് പോവാ. എന്റെ വേഷം തന്നെ കണ്ടില്ലേ, ഓണത്തിന് ചേരുന്ന രീതിയിൽ മുല്ലപ്പൂ പട്ടുപാവട, ഐ മീൻ ധാവണിയൊക്കെ എടുത്ത്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. എന്നോട് നേരത്തെ പ്രിയ ചേച്ചി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ഒരു ലെവൽ ഹൈറ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട് കേട്ടോ. ഏത് കോളേജിലാണ് പഠിക്കുന്നേ? ഞാൻ ടോക്കച്ചിന്നാണ്, നമ്മുടെ അയലോക്കത്ത് നിന്നാണ് വിളിക്കുന്നേ. ആഹാ,
അപ്പൊ ഓണാഘോഷമൊക്കെ എങ്ങനെയാ ടോക്കച്ചിലെ? ഓണാഘോഷം സെലിബ്രേഷൻ ആയിരുന്നു. ആഹാ, ആരാ മാവേലി ആയത്? അഖിലാണോ? അല്ലല്ല. അഖിൽ മാവേലി ആവാൻ പറ്റില്ല. സീനിയേഴ്സ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആഹാ, നിങ്ങൾ ജൂനിയേഴ്സിനെ റാഗിംഗ് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് അവർക്ക് അടി വെച്ചു കൊടുക്കാം. റാഗിങ് അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ, നല്ല കോളേജാണ് ടോക്കച്ച്, എനിക്കറിയാവുന്നതല്ലേ. അപ്പൊ ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞോളൂ അഖിൽ. ഡെഡിക്കേഷൻ പ്രത്യേകിച്ച് എന്റെ സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് മാത്സ് എടുക്കുന്ന ഒരു മിസ് ഉണ്ട്, അഫ്ഷാൻ എന്ന് പറഞ്ഞ്. എന്താ പേര്? അഫ്ഷാൻ. അഫ്സാൻ. എനിക്ക് പൊതുവെ മാത്സ് ടീച്ചേഴ്സിനെ പേടിയാട്ടോ. അഖിലിന്റെ ഫേവറേറ്റ് സബ്ജക്ട് മാത്സ് ആണോ? അതല്ല, മിസ്സായിട്ട് മിസ് ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ്. കമ്പനി ആയതുകൊണ്ടാണ്. അപ്പൊ മാത്സ് അത്ര എളുപ്പമൊന്നും ആയിട്ടല്ല. അല്ല, മാത്സ് ഇഷ്ടമാണ്, പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാണ്. പാടാണ്. ഓക്കെ, അപ്പൊ ഏതായാലും അഖിൽ നമ്മുടെ മിസ്സിന് വേണ്ടിട്ട് നല്ലൊരു സോങ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എൻജോയ് ദ സോങ്.